ബംഗാളിൽ പുതുചരിത്രം. 2011 മുതൽ നീണ്ട 15 വർഷം ഭരണം തുടർന്ന തൃണമൂൽ കോൺഗ്രസിനെയും മമതാ ബാനർജിയെയും കളത്തിന് പുറത്തിരുത്തി ബംഗാളിൽ താമര വിരിഞ്ഞിരിക്കുന്നു. ഏറെ നാളായി ഭരണം കൊതിച്ച ബംഗാളിൽ 190 സീറ്റുകൾ നേടിയാണ് BJP അധികാരം പിടിച്ചിരിക്കുന്നത്. തുടർഭരണം ലക്ഷ്യമാക്കിയ തൃണമൂൽ കോൺഗ്രസ് 90ഓളം സീറ്റുകളിലേക്ക് ചുരുങ്ങി. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം നടത്താൻ സാധ്യതയുണ്ടെന്ന് ആരോപിച്ച് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന ഇടങ്ങളിൽ മമതയും പാർട്ടി പ്രവർത്തകരും രാപ്പകൽ കാവൽ നിന്നിട്ടും വിജയം BJP റാഞ്ചി. BJP കേവല ഭൂരിപക്ഷം നേടുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും അതേപടി സംഭവിച്ചു. വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ തൃണമൂൽ നേരിയ പ്രതീക്ഷ മുന്നിൽ കണ്ടിരുന്നെങ്കിലും പിന്നീട് BJP തരംഗത്തിനാണ് ബംഗാൾ രാഷ്ട്രീയം സാക്ഷ്യം വഹിച്ചത്. മമത എന്ന നേതാവിനെ മാത്രം മുൻനിർത്തി ബംഗാളിൽ നടത്തിയ തൃണമൂലിന്റെ പരീക്ഷണം 1.5 പതിറ്റാണ്ടിന് ശേഷം പാളിയിരിക്കുന്നു. വർഷങ്ങളായി മമതയും തൃണമൂലും നിർണായക സ്വാധീന ശക്തിയായ മണ്ഡലങ്ങൾ വരെ BJP കൈപ്പിടിക്കുള്ളിലാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, 1 ഡസനിലധികം കേന്ദ്രമന്ത്രിമാർ, 6 സംസ്ഥാനങ്ങളിലെ BJP മുഖ്യമന്ത്രിമാർ എന്നിവർ നേരിട്ടെത്തി പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിച്ചത് വെറുതെയായില്ലെന്നത് വ്യക്തമാണ്. അതിൽ തന്നെ ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് അമിത്ഷാ നടത്തിയ പ്രചാരണ തന്ത്രങ്ങളാണ് വിജയസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. 294 സീറ്റുള്ള ബംഗാൾ നിയമസഭയിൽ 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 77 സീറ്റാണ് BJP നേടിയത്. അവിടെ നിന്നുമാണ് ഭൂരിപക്ഷമുയർത്തി വെറും 5 വർഷം കൊണ്ട് അധികാരത്തിലേക്ക് നടന്നു കയറുന്നത്. തൃണമൂലിന്റെ ശക്തി കേന്ദ്രമായ മമതാ ബാനർജിയെ നേരിടാൻ സുവേന്ദു അധികാരിയെയാണ് BJP ഭവാനിപൂർ മണ്ഡലത്തിൽ കളത്തിലിറക്കിയത്. മമതയ്ക്കെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് സുവേന്ദു അവിടെ മമതയുടെ ഭൂരിപക്ഷം വൻതോതിൽ കുറച്ചു. മാത്രമല്ല, സുവേന്ദു മത്സരിച്ച 2ാമത്തെ സീറ്റായ നന്ദിഗ്രാമിൽ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുകയും ചെയ്തു. മമതയുടെ ശക്തി കേന്ദ്രങ്ങളായ സ്ത്രീ വോട്ടർമാരെയും അസംഘടിത തൊഴിലാളികളെയും ഉൾപ്പെടെ ലക്ഷ്യമിട്ടായിരുന്നു BJPയുടെ ഇത്തവണത്തെ പ്രചാരണം. രാജ്യസുരക്ഷയും സ്ത്രീ സുരക്ഷയും തൃണമൂലിന്റെ അക്രമവും അഴിമതിയും പറഞ്ഞ് BJP വോട്ട് പിടിച്ചു. ആർജിക്കൽ മെഡിക്കൽ കോളേജിലെ പീഡനവും അതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളും സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പ്രശ്നങ്ങളുമെല്ലാം തൃണമൂലിനെ തിരിഞ്ഞുകുത്തി. ബംഗാൾ പിടിച്ചെടുക്കുക എന്നത് BJPയുടെ അഭിമാന പ്രശ്നമായിരുന്നു. അതേസമയം 34 വർഷം ബംഗാളിന്റെ ഭരണ കസേരയിലിരുന്ന് പിന്നീട് മമതയുടെ ഉദയത്തോടെ ബംഗാൾ നിയമസഭയിൽ നിന്ന് പുറത്തായ CPMന് ഇത് നേരിയ തിരിച്ചുവരവിന്റെ തിരഞ്ഞെടുപ്പായിരുന്നു. 2021 0-ഒതുങ്ങിയ കോൺഗ്രസിനും നിയമസഭയിൽ ഇത്തവണ സീറ്റ് ലഭിച്ചു. ഇനി അറിയേണ്ടത് ഒന്നു മാത്രം: ആരാകും ബംഗാളിനെ ഇനി നയിക്കുക? മമതയെ എതിർക്കാൻ മുന്നിൽ നിന്ന സുവേന്ദു അധികാരിയോ, അതോ ചില സംസ്ഥാനങ്ങൾക്ക് സമാനമായി ബംഗാളിനെ നയിക്കാനും BJP പുതുമുഖത്തെ ഇറക്കുമോ? വരും നാളുകൾ സംഭവബഹുലമാകുമെന്നതിന് സൂചനകളാണ് ബംഗാളിൽ BJP വിജയത്തോടെ വ്യക്തമായിരിക്കുന്നത്.